2026 മെയ് 18 കറന്റ് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, കേരളത്തിന്റെ 13ാമത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ 13ാമത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. വി ഡി സതീശന്റെ പൂർണ്ണമായ പേര് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ. വി ഡി സതീശന്റെ വി ഡി എന്നതിന്റെ പൂർണ്ണ രൂപം വടശ്ശേരി ദാമോദര മേനോൻ എന്നാണ്. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്നാണ്. ഇപ്പോഴത്തെ കേരള ചീഫ് സെക്രട്ടറി കെ ജയതിലകാണ്. നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി കെ ജയതിലകാണ്. നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആണ്. കേരള അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായത് ജൈജു ബാബു ആണ്. കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായത് ജൈജു ബാബു ആണ്. പ്രോടൈം സ്പീക്കർ ജി സുധാകരനാണ് പ്രോടൈം സ്പീക്കർ. കേരളത്തിൽ പുതിയതായി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വകുപ്പ് വയോജന വകുപ്പാണ്. കേരളത്തിൽ പുതിയതായി വയോജന വകുപ്പ് രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതോടെ ഈ വകുപ്പ് രൂപീകരിക്കുന്നതോടെ രാജ്യത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറും. അപ്പോൾ കേരളത്തിൽ പുതിയതായി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വകുപ്പാണ് വയോജന വകുപ്പ്. ഈ വകുപ്പ് രൂപീകരിക്കുന്നതോടെ വയോജന വകുപ്പ് ആദ്യമായി രൂപീകരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമായി കേരളം മാറും. പുതിയ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ എണ്ണം 21 ആണ്. പുതിയ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 മന്ത്രിമാരാണുള്ളത്. നിലവിലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ്. കർണാടകയിലെ നിലവിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ്. നിലവിലെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്. തെലങ്കാനയിലെ നിലവിലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്. നിലവിലെ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവാണ്. ഹിമാചൽ പ്രദേശിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവാണ് നിലവിലെ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി. ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയാർ സ്റ്റാമർ ആണ്. അദ്ദേഹം ലേബർ പാർട്ടിയിലെ ആളാണ്. കിയാർ സ്റ്റാമർ ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് കിയാർ സ്റ്റാമർ. തമിഴ്നാട്ടിലെ വിജയിയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് തമിഴക വെട്രി കഴകം. നമുക്കറിയാം തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ പുതിയ മുഖ്യമന്ത്രിയാണ് വിജയ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി TVK എന്ന തമിഴക വെട്രി കഴകമാണ്. TVK എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പൂർണ്ണരൂപമാണ് തമിഴക വെട്രി കഴകം. വി ഡി സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത തീയതി 2026 മെയ് 18 ആണ്. പുതിയ മന്ത്രിസഭ വി ഡി സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത തീയതിയാണ് 2026 മെയ് 18. ഇപ്പോൾ അധികാരത്തിലേറിയത് എത്രാമത്തെ നിയമസഭയാണ്? 16ാമത്തെ നിയമസഭയാണ് ഇപ്പോൾ അധികാരത്തിലേറിയത്. 16ാമത് നിയമസഭയുടെ സ്പീക്കറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പുതിയ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. 16ാമത് നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനാണ്. 16ാമത് നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനാണ്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനാണ്. പ്രോടൈം സ്പീക്കർ നേരത്തെ നമ്മൾ പറഞ്ഞു ജി സുധാകരനായിരുന്നു പ്രോടൈം സ്പീക്കർ. UDF ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫാണ് UDFന്റെ ചീഫ് വിപ്പ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 34-ൽ നിന്നും എത്രയായി വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിച്ചത്? 38 വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ നിലവിലെ ജഡ്ജിമാരുടെ എണ്ണം 34 അപ്പോൾ അത് 34-ൽ നിന്നും 38 വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റോയൽ ഓർഡർ ഓഫ് ദ പോളാർ സ്റ്റാർ എന്ന ബഹുമതി സമ്മാനിച്ച രാജ്യം? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റോയൽ ഓർഡർ ഓഫ് ദ പോളാർ സ്റ്റാർ എന്ന ബഹുമതി കൊടുത്ത രാജ്യം സ്വീഡനാണ്. നരേന്ദ്രമോദിക്ക് റോയൽ ഓർഡർ ഓഫ് ദ പോളാർ സ്റ്റാർ എന്ന ബഹുമതി സമ്മാനിച്ച രാജ്യം സ്വീഡനാണ്. 2026 മെയ്യിൽ അന്തരിച്ച തമിഴ് സിനിമാ നിർമ്മാതാവും നടനും സംവിധായകനുമായ വ്യക്തിയാണ് കെ രാജൻ. 2026 മെയ്യിൽ അന്തരിച്ച തമിഴ് സിനിമാ നിർമ്മാതാവ്, നടൻ, സംവിധായകനായ വ്യക്തിയാണ് കെ രാജൻ. ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബ് ചെൽസിയുടെ പുതിയ പരിശീലകൻ സാബി അലോൺസോയാണ്.
ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബായ ചെൽസിയുടെ പുതിയ പരിശീലകനാണ് സാബി അലോൺസോ. ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബ് ചെൽസിയുടെ പുതിയ പരിശീലകൻ സാബി അലോൺസോയാണ്. 2026 പുരുഷ വിഭാഗത്തിൽ ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് യാനിക് സിന്നറാണ്. 2026 പുരുഷ വിഭാഗത്തിൽ ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം, പുരുഷ വിഭാഗത്തിലാണ് 2026 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് യാനിക് സിന്നർ. കേന്ദ്ര ഗോത്രകാര്യമന്ത്രി ജുവൽ ഓറമാണ്. അപ്പോൾ കേന്ദ്ര ഗോത്രകാര്യമന്ത്രി ആരാണ്? ജുവൽ ഓറമാണ്. പുതുച്ചേരിയിലെ ലഫ്റ്റനന്റ് ഗവർണറാണ് കെ കൈലാസനാഥൻ. പുതുച്ചേരിയിലെ ലഫ്റ്റനന്റ് ഗവർണറാണ് കെ കൈലാസനാഥൻ. പുതുച്ചേരിയിലെ മുഖ്യമന്ത്രി എൻ രംഗസ്വാമിയാണ്. പുതുച്ചേരി മുഖ്യമന്ത്രിയാണ് എൻ രംഗസ്വാമി. പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി. പുതുച്ചേരിയിലെ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥനാണ്. റാറ്റിൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. റാറ്റിൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. 2026 മെയ്യിൽ അന്തരിച്ച ബാസ്കറ്റ്ബോൾ താരവും ഒളിമ്പ്യനുമായ വ്യക്തിയാണ് ജെന്നിഫർ പേസ്. 2026 മെയ്യിൽ അന്തരിച്ച ബാസ്കറ്റ്ബോൾ താരം, ഒളിമ്പ്യൻ ജെന്നിഫർ പേസ് ആണ്. ഈ ജെന്നിഫർ പേസ് നമ്മുടെ ലിയാണ്ടർ പേസിന്റെ അച്ഛനാണ്. ഇന്ത്യൻ ഒളിമ്പിക് ജേതാവായിരുന്ന ലിയാണ്ടർ പേസിന്റെ അച്ഛനാണ് ജെന്നിഫർ പേസ്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മണ്ഡലങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത്. ഇപ്പോൾ പുതിയ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിമാരുടെയും മറ്റു 20 മന്ത്രിമാരുടെയും മണ്ഡലങ്ങൾ നോക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലം വി ഡി സതീശന്റെ മണ്ഡലം പറവൂറാണ്. രമേശ് ചെന്നിത്തല ഹരിപ്പാടാണ്. ചെന്നിത്തലയുടെ മണ്ഡലം, നിയമസഭാ മണ്ഡലം ഹരിപ്പാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് രമേശ് ചെന്നിത്തല തിരഞ്ഞെടുക്കപ്പെട്ടത്. കെ മുരളീധരന്റെ മണ്ഡലം വട്ടിയൂർക്കാവാണ്. വി ഡി സതീശൻ പറവൂർ, രമേശ് ചെന്നിത്തല ഹരിപ്പാട്, കെ മുരളീധരൻ വട്ടിയൂർക്കാവ്. ഇത് സണ്ണി ജോസഫ് മണ്ഡലം പേരാവൂറാണ്. ടി സിദ്ദീഖിന്റെ മണ്ഡലം കൽപ്പറ്റയാണ്. രമേശ് ചെന്നിത്തലയുടെ മണ്ഡലം ഹരിപ്പാട്, കെ മുരളീധരൻ വട്ടിയൂർക്കാവ്, സണ്ണി ജോസഫ് പേരാവൂർ, ടി സിദ്ദീഖ് കൽപ്പറ്റ. ടി സിദ്ദീഖിന്റെ മണ്ഡലം കൽപ്പറ്റയാണ്. റോജി എം ജോൺ അങ്കമാലിയാണ്. ജോണിന്റെ മണ്ഡലം അങ്കമാലി. എം ലിജു കായംകുളമാണ്. ലിജുവിന്റെ മണ്ഡലം കായംകുളമാണ്. എ പി അനിൽകുമാറിന്റെ മണ്ഡലം വണ്ടൂർ. എം ലിജു കായംകുളമാണ്. എ പി അനിൽകുമാർ വണ്ടൂരാണ്. എം ലിജു കായംകുളമാണ്. പി സി വിഷ്ണുനാഥ് കുണ്ടറയാണ്. പി സി വിഷ്ണുനാഥിന്റെ മണ്ഡലം കുണ്ടറ. എ പി അനിൽകുമാർ വണ്ടൂരാണ്. എം ലിജു കായംകുളം. എ പി അനിൽകുമാർ വണ്ടൂർ. പി സി വിഷ്ണുനാഥ് കുണ്ടറ. റോജി എം ജോൺ അങ്കമാലി. ടി സിദ്ദീഖ് കൽപ്പറ്റ. റോജി എം ജോൺ അങ്കമാലി. എം ലിജു കായംകുളം. എ പി അനിൽകുമാർ വണ്ടൂർ. ടി സി വിഷ്ണുനാഥ് കുണ്ടറ. ഒ ജെ ജനീഷ് കൊടുങ്ങല്ലൂരാണ്. മണ്ഡലം കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ ആദ്യത്തെ 10 പേര് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒ ജെ ജനീഷ് കൊടുങ്ങല്ലൂരാണ്. പി സി വിഷ്ണുനാഥ് കുണ്ടറ. എ പി അനിൽകുമാർ വണ്ടൂർ. എം ലിജു കായംകുളം. റോജി എം ജോൺ അങ്കമാലി. ടി സിദ്ദീഖ് കൽപ്പറ്റ. സണ്ണി ജോസഫ് പേരാവൂർ. കെ മുരളീധരൻ വട്ടിയൂർക്കാവ്. രമേശ് ചെന്നിത്തല ഹരിപ്പാട്. വി ഡി സതീശൻ പറവൂർ. 10 പേരുടെ മുഖ്യമന്ത്രി പഠിച്ചിട്ടുണ്ട്. വി ഡി സതീശൻ പറവൂറാണ്. രമേശ് ചെന്നിത്തല ഹരിപ്പാട്. കെ മുരളീധരൻ വട്ടിയൂർക്കാവ്. സണ്ണി ജോസഫ് പേരാവൂർ. ടി സിദ്ദീഖ് കൽപ്പറ്റ. റോജി എം ജോൺ അങ്കമാലി. എം ലിജു കായംകുളം. എ പി അനിൽകുമാർ വണ്ടൂർ. പി സി വിഷ്ണുനാഥ് കുണ്ടറ. ഒ ജെ ജനീഷ് കൊടുങ്ങല്ലൂർ. അടുത്ത 11 പേരെ നോക്കാം. കെ എ തുളസി കോങ്ങാടാണ്. ബിന്ദുകൃഷ്ണ കൊല്ലമാണ്. കെ എ തുളസി കോങ്ങാട്. ബിന്ദുകൃഷ്ണ കൊല്ലം. ബിന്ദുകൃഷ്ണ കൊല്ലം. പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറം. ബിന്ദുകൃഷ്ണ കൊല്ലം. കെ എ തുളസി കോങ്ങാട്. പി കെ ബഷീർ ഏറനാട്. പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറം. പി കെ ബഷീർ ഏറനാട്. കെ എം ഷാജി വേങ്ങര. പി കെ ബഷീർ ഏറനാട്. പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറം. കെ എം ഷാജി വേങ്ങര. ബിന്ദുകൃഷ്ണ കൊല്ലം. കെ എ തുളസി കോങ്ങാട്. എൻ ഷംസുദ്ദീൻ മണ്ണാർക്കാട്. വി ഇ അബ്ദുൽ ഗഫൂർ കളമശ്ശേരി.
എൻ ഷംസുദ്ദീൻ മണ്ണാർക്കാട്. വി ഇ അബ്ദുൽ ഗഫൂർ കളമശ്ശേരി. വി ഇ അബ്ദുൽ ഗഫൂർ കളമശ്ശേരി. എൻ ഷംസുദ്ദീൻ മണ്ണാർക്കാട്. മോൻസ് ജോസഫ് കടുത്തുരുത്തി. മോൻസ് ജോസഫ് കടുത്തുരുത്തി. വി ഇ അബ്ദുൽ ഗഫൂർ കളമശ്ശേരി. മോൻസ് ജോസഫ് കടുത്തുരുത്തി. ഷിബു ബേബി ജോൺ ചവറ. ഷിബു ബേബി ജോൺ ചവറ. അനൂപ് ജേക്കബ് പിറവം. അനൂപ് ജേക്കബ് പിറവം. ഷിബു ബേബി ജോൺ ചവറ. മോൻസ് ജോസഫ് കടുത്തുരുത്തി. അനൂപ് ജേക്കബ് പിറവം. സി പി ജോൺ തിരുവനന്തപുരം. സി പി ജോൺ തിരുവനന്തപുരം. അനൂപ് ജേക്കബ് പിറവം. സി പി ജോൺ തിരുവനന്തപുരം. അനൂപ് ജേക്കബ് പിറവം. ഷിബു ബേബി ജോൺ ചവറ. മോൻസ് ജോസഫ് കടുത്തുരുത്തി. വി ഇ അബ്ദുൽ ഗഫൂർ കളമശ്ശേരി. എൻ ഷംസുദ്ദീൻ മണ്ണാർക്കാട്. കെ എം ഷാജി വേങ്ങര. പി കെ ബഷീർ ഏറനാട്. പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറം. ബിന്ദു കൃഷ്ണ കൊല്ലം. കെ തുളസി കോങ്ങാട്.